ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബന്നിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കട്ടോ. അതിനായിട്ട് ഇപ്പോൾ ഞാൻ 4 ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള 4 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പല രൂപത്തിലുള്ള ബണ്ണുകളും അവൈലബിൾ ആണ് കേട്ടോ. ആ റൗണ്ട് ആയിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഇപ്പോൾ റൗണ്ട് ആയിട്ടുള്ള ബണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ 2 ഭാഗം ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, താഴെ ഭാഗം വരെ കട്ട് ചെയ്യരുത്. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പം ആ ഒരു ഫില്ലിങ് വെക്കാനുള്ള രൂപത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് മക്കൾക്കും നമുക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫില്ലിങ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ മുട്ട വെപ്സിലേക്കും അതുപോലെ തന്നെ സമൂസയിലേക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന മസാലല്ലേ, ആ സെയിം മസാല തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു 4 ബണ്ണിലേക്ക് നിറക്കാനായിട്ട് ഞാൻ ഒരു വലിയ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം, അതായത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ്ട, അതിൻ്റെ മുന്നായിട്ട് തന്നെ അതിൻ്റെ കുറച്ച് മുന്നേ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പ്, മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഇപ്പോൾ നമ്മൾ സമൂസയിലേക്കൊന്നും അധികം ഞാനിവിടെ ചീസൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ മസാല മുഴുവനായിട്ടും ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ സ്ലൈസ് ചീസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ വേണ്ടത് മയോണൈസാണ് കേട്ടോ. മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മസാലയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്ത എന്താ വെച്ചാൽ നമ്മൾ സമൂസയിലേക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം മസാല തന്നെയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് മയോണൈസും ചീസും ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നോമ്പിന് മാത്രമല്ല കേട്ടോ, നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്കായി ഇങ്ങാണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ മസാല ഒരു വിധമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സ്ലൈസ് ചീസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാല പിന്നെ നമ്മുടെ ബണ്ണിലേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പുറത്തൊന്നും പോവാതെ നന്നായിട്ട് ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലേക്ക് തന്നെ മസാല ആക്കി കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കണ ആ ഒരു സമയത്തൊക്കെ മസാല പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉള്ളിലേക്ക് തന്നെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബണ്ണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം, ആ ഒരു ജോലിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരെയും നോമ്പ് എങ്ങനെയുണ്ട്? നമ്മളെ നോമ്പ് അൽഹംദുലില്ലാ ഇന്ന് 11ാമത്തെ നോമ്പാണ് കേട്ടോ. വളരെ ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്കും മോക്കും ചെറിയാക്കൊക്കെ ഒന്നും സുഖമില്ലാതായിട്ട്, അതാണ് ഇപ്പോൾ ഞാൻ 2 ദിവസമൊന്നും വ്ളോഗും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും എന്നുള്ളൊരു അവസ്ഥയായിരുന്നില്ല. എനിക്ക് തൊണ്ട ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് വേദന ഉണ്ടായിട്ട് പിന്നെ ഞാൻ വ്ളോഗ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ. ഇൻഷാ അള്ളാ നോക്കാം, നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് ഫില്ലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം വലിയ ബണ്ണാണ് കേട്ടോ. അപ്പം കുറച്ചധികം തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ നമ്മളെ ബണ്ണൊക്കെ നമ്മുടെ മസാല വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടെ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കൽ ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ചീസും ഒക്കെ മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കട്ടോ. എല്ലാവരുടെ കയ്യിലും എയർ ഫ്രയർ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പാനിൽ ഇത് കുക്ക് ചെയ്തിട്ട് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ചെയ്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഇത് കുക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക, ആ ഒരു പണിയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയാണ്. നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.